ബിൻഷ ഇന്നിപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തെളിവെടുപ്പിനായിട്ട് രാവിലെ തിരുവല്ലയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാണുന്നുള്ള ഒന്നിരിക്കട്ടെ, അല്ല അദ്ദേഹം കേസിൽ പ്രതിയാണെന്നിരിക്കട്ടെ, പക്ഷേ പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു കാര്യം ഈ മാങ്കൂട്ടത്തിനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലേക്ക് പലയിടത്തേക്കും കൊണ്ടുപോകാനാണോ ഈ അന്വേഷണം ശ്രമിക്കുന്നുണ്ട്. കാരണം വഴിനീളെ DYFIക്കാർ കാത്തു നിൽക്കുന്നു, അവർ ചീമുട്ട എറിയുന്നു, അവർ കൂക്കി വിളിക്കുന്നു, അവർ ചീത്ത വിളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ? ഒരിക്കലുമല്ല. എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒരിക്കലുമല്ല. ഒരു പാർട്ടി CPM എന്ന് പറഞ്ഞ പാർട്ടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ് അതിജീവിതയെ അനുകൂലിക്കുന്നത് പ്രത്യക്ഷമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ചീമുട്ടയല്ല, അതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാലേ നല്ലതാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഗോവിന്ദച്ചാമി ഒന്ന് പഠിപ്പിക്കേണ്ടതില്ല. എന്തായാലും ആലോചിച്ച് നോക്ക്, അയാള് പിന്നെ ഒരു നമ്മുടെ സാധാരണ ഒരു പൗരന് കിട്ടാൻ ഒരുപാട് അവകാശങ്ങളുണ്ട്. കുറ്റം ചെയ്ത ആളാണെങ്കിൽ പോലും കുറ്റവാളിക്ക് പോലും കിട്ടാനുള്ള ഒരുപാട് അവകാശങ്ങളും പ്രിവിലേജസ് ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇത് അയാൾ കുറ്റം ചെയ്ത് ശിക്ഷിക്കട്ടെ, അത് കോടതി ശിക്ഷിക്കും, അതൊക്കെ ഒരു വശം. പക്ഷേ അതിന് മുമ്പ് തന്നെ ഒരു ശിക്ഷാ നടപടി ഇവർ നടപ്പിലാക്കും പോലെയാണ് എനിക്കിതെല്ലാം കാണുമ്പോൾ തോന്നുന്നത്. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം സ്കൂൾ കുട്ടികളെ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് പരസ്യമായിട്ട് വന്നിട്ടില്ല, പക്ഷെ എങ്കിൽ കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോ പാത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാർ. ഒരു സൈക്കോ ആണ് ശരിക്കും പറഞ്ഞാൽ, ഒരു സെക്ഷുവലിന് അടിമയായിട്ടുള്ള ഒരാൾ. എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം സ്ത്രീലമ്പടം തന്നെയാണെന്നാണ് ഇതിന് മൊത്തത്തിലുള്ള കഥകൾ. കാരണം ഇത് നിഷേധിച്ചിട്ടില്ല, ഒന്നും നിഷേധിച്ചിട്ടില്ല. വർത്തമാനം പറയാനാ പോയെന്നാ ഉപേക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏത് കുറ്റം ചെയ്ത കുറ്റവാളിക്ക് പോലും അയാൾക്ക് അടിസ്ഥാനം ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പണ്ട് സൂര്യനിലെ കേസ് വന്നപ്പെട്ട ആ പെൺകുട്ടിയെ നാടുനീളെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്ക് നന്നായിട്ട് ഒരു മനുഷ്യജീവിയാണ് എന്തായാലും, അവരെന്തോ ആയിക്കോട്ടെ, അവർ ഇരയായിരുന്നു നമ്മൾ ഓർക്കണം. ഇന്നത് സമ്മതിക്കില്ല ഒരു കാരണത്തിലും പരസ്യം കൊണ്ട് നടക്കാൻ. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണെന്നുള്ളതൊക്കെ പഠനം നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സാധാരണ മനുഷ്യജീവി, അയാൾക്ക് ഒരു കുടുംബമുണ്ട്, അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. തെറ്റാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. അയാൾക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ഇങ്ങനെ ചെയ്യില്ല സാർ. എത്രയോ അതിജീവിതന്മാരാണുള്ളത്. എല്ലാവരും അവരെ അതിജീവിതക്കെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പലരും കോൺഗ്രസിലുള്ളവർ തന്നെ അനുകൂലിക്കുകയോ ചെയ്യുന്നത് ഇപ്പോഴും അദ്ദേഹത്തോട് സ്നേഹമുള്ളവരാരും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ ന്യായീകരിച്ച് സംസാരിക്കുന്നതല്ല. പക്ഷെ സൂര്യനെല്ലി കേസുമായിട്ട് ഒരിക്കലും പറഞ്ഞാൽ അതൊരു ഇരയാണ്, സൈക്കോയാണ്. ഞാൻ സൈക്കോ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതിൽ തോന്നുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്താവ് അയാൾ ന്യായീകരിക്കുകയല്ല അത് പറയുന്നത്. അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. അയാൾ ഒരു ഓണേഴ്സറായിരുന്നു എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഉചിതമായ ശിക്ഷ കോടതി കൊടുക്കട്ടെ. കാരണം അതിന് കോടതിക്ക് മുന്നാകെ എത്തുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അവിടെ എത്തുമ്പോൾ തെളിവുകളും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ തന്നെ വേണം. ഇപ്പോൾ മൂന്നാമതൊരു പരാതി കിട്ടിയെന്ന് പറയുമ്പോൾ പോലും ഇതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മളെ മുൻ DGP TP സെൻകുമാർ ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾ ഈ അതിജീവിതയുടെ വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടോ, നിങ്ങൾ പരാതി അവർ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ടോ, ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്നും അടിസ്ഥാനപരമായി കോടതിയിലെത്തുമ്പോൾ ഇതൊക്കെ നിലനിൽക്കുമോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അത് നമുക്കറിയാം പല കേസുകളും സംഭവിച്ചുള്ളത്. പക്ഷേ അത് ശരി, അതിജീവിതമാരെപ്പോഴും ഇവിടെ നീതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. അല്ല, പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഇത് തെരഞ്ഞെടുപ്പ് കണക്കാക്കിയുള്ള ഒരു ഗെയിമാണ്. കാരണം എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും CPM സംബന്ധിച്ച് അവർ വെണ്ണേഴ്സ് ഉണ്ടാക്കും. അത് സത്യമാണ്. സംഘവാണി കേസ്, സൂര്യനെല്ലി കേസ്, ഐസ്ക്രീം പാർലർ കേസ്, ഇങ്ങനെ മാത്രമല്ല പിന്നീട് ഇവർക്ക് ഭരണം കിട്ടുന്ന സമയം, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഭരണം കിട്ടുമ്പോഴേ പിന്നെ ഈ കേസുകൾ തേഞ്ഞു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് പറഞ്ഞാണ് അവർ അധികാരത്തിലെത്തിയെങ്കിൽ അവർ അതിന്റെ കേസിൽ പൊട്ടാതെ ശിക്ഷിക്കണമായിരുന്നു. ഇപ്പൊ നോക്കിക്കോ, ഈ ഇപ്പൊ മാങ്കൂട്ടത്തിൽ എന്തായാലും മത്സരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് യാതൊരു ഉറപ്പില്ല, കാര്യം തോന്നുന്നില്ല. ഒരിക്കലും മാങ്കൂട്ടത്തിനെ ഒരു പാർട്ടിയിലും അടുപ്പിക്കരുത്. കാരണം ഇങ്ങനെ സ്ത്രീലമ്പടനായിട്ടുള്ള ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് എല്ലാവരും അകറ്റി നിർത്തണം, അകറ്റണം. പക്ഷെ നമ്മളെ നാട്ടിലെ ഒരു മൊബൈൽ ഫോണും അതല്ലെങ്കിൽ ഇത് CCTV ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാർ ഇതിനേക്കാളും വലിയ വൃത്തികൾ കാണിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു. പക്ഷേ അതെ, പക്ഷെ അവരൊക്കെ അന്ന് രക്ഷപ്പെട്ടു പോയി. ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്ന ആളുകളെ നമ്മളെടുത്ത് നോക്കാൻ ചിലപ്പോൾ അവരൊക്കെ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും, പണ്ട് ചെയ്തവരായിരിക്കും. പെട്ടെന്ന് ഒരുത്തനെ ഇരയാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ കൂട്ടത്തോടെ ചവിട്ടി കൂട്ടുന്നതാണ് രീതി. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മാങ്കൂട്ടത്തിൽ വളരെ അക്ഷോഭ്യനായി കാണപ്പെടുന്നുണ്ട് ഇന്ന് ഈ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ തന്നെ. പക്ഷേ ഞാൻ അതിലൊന്ന് പറഞ്ഞോട്ടെ, ശരിക്കും ഇന്ന് തെളിവെടുപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴും ചിരിച്ച മുഖത്തോടെ എപ്പോഴും ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഒരു രീതിയിലുള്ള എന്താ പറയുക, ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് ഒരിക്കൽ പോലും സമ്മതിക്കുന്നില്ല. ഇന്ന് പോലും സംസാരിക്കാനായിട്ട് പോയി എന്നാ പറഞ്ഞത്. അല്ല, അത്
അതൊക്കെ ഇതൊക്കെ ഇനി കോടതിക്ക് മുന്നിൽ വരേണ്ടതാണ്. പിന്നെ പാസ്വേഡ് കൊടുക്കുന്നില്ല, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, അതൊക്കെ ഒരു തെറ്റല്ലേ? അല്ല, ഇതൊക്കെ പോലീസ് പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് എപ്പോഴും ഒരു കാര്യം നമുക്ക് മനസ്സിലായിക്കോളൂ. പോലീസിനെ സംബന്ധിച്ച് പോലീസിന് കിട്ടുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ പാസ്വേഡ് കൊടുത്തിട്ടില്ലായിരിക്കാം. പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സംവിധാനം സൈബർ പോലീസിന്റെ കൈവശമുണ്ട്. സൈബർ പോലീസിനെ വിളിച്ചാൽ ഈ മൊബൈലോ ലാപ്ടോപ്പ് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ലാപ്ടോപ്പ് കിട്ടിയില്ലെന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മൊബൈൽ ഫോൺ പാസ്വേഡ് കൊടുത്തില്ലെങ്കിൽ തുറക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പറഞ്ഞത് ഞാൻ ഒരു കാര്യം ഒരു അഭിപ്രായം ചോദിക്കുകയാണ് ചേട്ടൻ്റെ. ഒരുപാട് പേരിപ്പം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ല, അതിജീവിതമാര് കല്യാണം കഴിഞ്ഞവരാണ് മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിനോട് പോയിട്ട് ബന്ധം പുലർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്ന രീതിയിലാണ്. അത് ശരിയായ നടപടിയല്ല, അതൊന്നും ഒരിക്കലും ശരിയല്ല. അതൊരിക്കലും അതിജീവിത ഈ പരാതി എന്തായാലും ഒരു അതിജീവിതയാണല്ലോ, അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നത് ശരിയായ നടപടിയല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഇപ്പം ആദ്യം പേരില്ല. അതൊരു സത്യമാണ്. കാരണം അത് അബദ്ധമാകുമെന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ശ്രീനാഥ് കുഞ്ഞമ്മല്ലാതെ വേറെ അക്കാര്യത്തിൽ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരാളിനെ നമ്മൾ ഈ മാധ്യമങ്ങളും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ഒരുത്തനെ കുറ്റവാളിയെ പ്രഖ്യാപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് കോടതി തന്നെയാണ് ആത്യന്തികമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോ ഓഫ് ദ ലാൻഡ്, കോടതി നിയമമാണ്. ഈ നിയമം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കേസിലെല്ലാം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നിർബന്ധമായി ശിക്ഷിക്കണം. അക്കാര്യത്തിൽ നിന്ന് ഒരു സംശയം വേണ്ട. പക്ഷേ ഇയാളെ നാടുകളെ കൊണ്ടുകിടന്ന് ഈ കൂക്ക് വിളിക്കുകയും ജീവമുട്ടെറിയുകയും ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. അതൊരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതല്ല. നാളെ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മളായിട്ട് എത്രയോ പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതിലൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അല്ല, ഒന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നോക്കും പിന്നെ ബിൻഷ, ഇത് ആത്യന്തികമായത് കോടതിയിലെത്തുമ്പോൾ അവിടെ തെളിവും സാക്ഷ്യം വഴിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാനും വെറുതെ വിടാനൊക്കെ തന്നെ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതല്ല, നാളെ നമ്മൾ ആരാണെങ്കിലും ഒരാൾ കുറ്റം ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ മിനിമം ഒരു മാനുഷിക പരിഗണന എല്ലാവർക്കും കൊടുക്കണം. മനുഷ്യരാണ്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഒരു കുറ്റം ചെയ്താലൊന്നും ഇതുപോലെ ഒരിക്കലും കൊണ്ടുവരുന്ന നാട്ടുകാർക്ക് വിളിക്കാനും ചുമട്ടാനും നിർത്തി കൊടുക്കില്ല. അതൊരു ശരിയായ നടപടിയല്ല. കുറ്റം ചെയ്യേണ്ട ശിക്ഷിക്കട്ടെ. ഞാൻ ഒരിക്കലും അയാളെ ന്യായീകരിക്കുന്നില്ല. മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്ത് നിങ്ങളെ ശിക്ഷിക്കുക തന്നെ വേണം. നടപടികളാണ് തെറ്റായിട്ട് പറയുന്നത്. അല്ല, അതാണ് ഒരിക്കലും അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അത് നമ്മളെ നിയമപാലകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ മനുഷ്യന്റെ വികാരം ഇങ്ങനെ ഉണരുന്നതാണ്. കാരണം എങ്ങനെയെങ്കിലും അവനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ ചീമുട്ടേക്ക് സംശയം. ഒരു കാര്യമുള്ളൂ ഇക്കാര്യത്തിൽ, ഞാൻ രാഷ്ട്രീയം പറയാം അല്ലെങ്കിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ കല്ലെറിയാനും ഈ പിന്നെ മുട്ടെറിയാനും ഒക്കെ വരുന്ന പാർട്ടിയിലെ നേതാക്കന്മാർ എത്ര പേരാണ് പീഡന കേസ് പെട്ട് നിന്നിട്ടുള്ളത്? ആരുടെയും പേരിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് നോക്കണം. ഒന്നുമില്ലെങ്കിലും കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പം കോൺഗ്രസ്സുകാരനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈൽ ഫോൺ അതല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ കണ്ടെത്തി അയാളെ പരമാവധി പിന്നെ എന്താണ് കേസ് കൊടുക്കാൻ തന്നെയായിരിക്കും സർക്കാരിൻ്റെ താല്പര്യം, അതാണല്ലോ. പക്ഷേ ഇത്രേ പറയാനുള്ളൂ, ഈ മാനുഷിക പരിഗണന എപ്പോഴും നമ്മൾ ആരുടെ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിലല്ല, നാളെ നമ്മളാണെങ്കിലും മറ്റാരാണെങ്കിലും മാനുഷിക പരിഗണന കൊടുക്കണം എപ്പോഴും. അതാണ് സാറിന്റെ നിലപാട്. എന്താണ് നിലപാട് ഇക്കാര്യത്തിൽ? അവസാനമായിട്ട് ചർച്ച അവസാനിക്കാവുന്ന സമയമാകുമ്പോൾ എൻ്റെ നിലപാടെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതിനോട് ഞാൻ കുറച്ചൊന്ന് അതിനെനിക്കൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടണം. ആൾക്കാരുടെ വൈകാരികമായിട്ടുള്ള ഇടപെടൽ പലപ്പോഴും അവരെ ഉപദ്രവത്തിലേക്ക് കടക്കരുത്. കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടന്നിരുന്നു. കയ്യേറ്റം ചെയ്യരുത്, പക്ഷെ ശിക്ഷിക്കപ്പെടണം. ഒരിക്കലും ഇനി ഹൂ കേസ് ആരോടും പറയാനിട വരരുത്. ഈ ഹൂ കേസ് ഇയാൾ പറഞ്ഞു എന്നൊക്കെ ഉള്ള കാര്യം ഇത് അന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും നമുക്ക് അറിയില്ല. പലപ്പോഴും ഒരു നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടും സെലിബ്രിറ്റിയായ ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിൽ പെടുന്നത് എങ്കിൽ ഒരു 4 ഭാഗത്തു നിന്നുള്ള ആക്രമണം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. അതൊരു വാസ്തവമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതിയാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാളിതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണെന്നുള്ള അറിയില്ല. മാത്രമല്ല ഇപ്പോൾ പറഞ്ഞ ഈ അതിജീവിതയുടെയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ ഇത് കോടതി നല്ല തെളിയിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കോടതി ശിക്ഷ വിധിക്കുന്നതുവരെ അയാൾ കുറ്റവാളിയാണെന്ന് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ നമ്മൾ മാധ്യമങ്ങൾ ഇവരെല്ലാം കൂടെ ഇയാളാണ് കുറ്റവാളി എന്ന് പറഞ്ഞ് ഇവരെ ക്രൂശിക്കാന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ ചാടി ഇറങ്ങി അങ്ങനെ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ബിൻഷ പറഞ്ഞതുപോലെ അയാളെ ശിക്ഷിക്കുക തന്നെ വേണം. കാരണം അതിന് ഒരു സംശയമില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പ്രത്യേക അയാളൊരു പൊതുപ്രവർത്തകനാണ്, അല്ലാത്ത ഒരാളിനെ പോലെ അല്ല. ഒരു പൊതുപ്രവർത്തകൻ MLA ആണ്. MLA ആവുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇവിടുത്തെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ്.
സോഷ്യൽ മീഡിയയിൽ വളരെ താരമായിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരുത്തരം പ്രശ്നം വരുമ്പം വലിയ തോതിലുള്ള ആക്രമണം ഉറപ്പാണ്. പക്ഷേ അതൊക്കെ നമുക്ക് നമുക്ക് ആർക്ക് സംഭവിച്ചാലും സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളിന് ഇത്തരത്തിൽ സംഭവം ഉണ്ടായാൽ അത് വലിയ തോതിൽ വിവാദമുണ്ട്. നമ്മുടെ സിനിമാ രംഗത്തൊക്കെ തന്നെ കണ്ടില്ലേ, പല ദിലീപിൻ്റെ കേസൊക്കെ തന്നെ ഉദാഹരണത്തിനെടുക്കാം. ഇത് എല്ലാവരും പാഠമായിരിക്കണം. മാത്രമല്ല സർവോപരി മാങ്കൂട്ടത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന നാളെ ചെറുപ്പക്കാരായ ഒരുപാട് പേര് പൊതുരംഗത്തേക്ക് വരുമ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. ഇപ്പം മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചില ഭീഷണി ചാറ്റുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഒരു വശത്തെ ചാറ്റേ വരുന്നുള്ളൂ, മറുവശത്തുള്ള ചാറ്റ് നമ്മൾ കാണുന്നതുമില്ല. ഇവർ തമ്മിൽ തർക്കമായിരുന്നു എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കുക തന്നെ വേണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷേ അത് കോടതി ശിക്ഷിക്കുന്നതിന് മുമ്പ് ഈ നാട്ടുകാരെ വിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിട്ട് ശിക്ഷിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. കാരണം ലോകത്ത് എല്ലാവർക്കും മനുഷ്യാവകാശം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് ആർക്കാണെങ്കിലും എത്ര വലിയ പിന്നെ മുഖ്യമന്ത്രി അതിജീവിത എഴുതിയ ഒരു കുറിപ്പിന്റെ ഒരു ചായക്കപ്പ് കുടിക്കുന്നത് വലിയ വൈറലായിരുന്നല്ലോ. ശരിക്കും അതിജീവിതയുടെ ഒന്നിച്ച് മുഖ്യമന്ത്രി ഉള്ളത് ഒരു നല്ല കാര്യമല്ലേ? ഒരിക്കലും അല്ല. അത് അതിന്റെ PR-ന്റെ ഭാഗമാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാര്യം കപ്പ് കുടിച്ചോണ്ടിരുന്ന് അത് കാണിക്കാന്നൊക്കെ പറയുന്നത് ഇത് PR-ന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് സമയം കഴിയുകയാണ്. അപ്പം നമുക്ക് പറയാം, രാഹുൽ മാങ്കൂട്ടത്തിന് അയാൾ തെറ്റിദ്ധരിച്ച് ശിക്ഷിച്ചോട്ടെ. പക്ഷേ ഈ ജനകീയ വിചാരണ ശരിയായ നടപടിയല്ല. കാരണം അയാൾക്ക് ലോകത്ത് എല്ലാവർക്കും അവരുടേതായ മനുഷ്യാവകാശങ്ങൾ ഉണ്ട്.